ക്ഷേത്രാങ്കണത്തിൽ പരസ്യമായി തെറിപ്പാട്ടുകൾ പാടി ആരാധിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാം. പക്ഷേ കേരളത്തിലെ തൃശൂർ ജില്ലയിലുള്ള കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി ഇങ്ങനെയൊരു ആചാരം നടന്നുവരുന്നുണ്ട്. ചുവന്ന പട്ടുടുത്ത് കയ്യിൽ വാളും ചിലമ്പുമായി ആയിരക്കണക്കിന് വെളിച്ചപ്പാടുകൾ തങ്ങളുടെ സ്വന്തം തല വെട്ടിപ്പൊളിച്ച് രക്തമൊഴുക്കുമ്പോൾ ഭക്തിയുടെ മറ്റൊരു രൗദ്രമുഖമാണ് അവിടെ തെളിയുന്നത്. എന്തുകൊണ്ടാണ് ഈ തെറിപ്പാട്ടുകൾ? എന്തിനാണ് ഈ രക്തച്ചൊരിച്ചിൽ? സദാചാരബോധങ്ങൾക്കും യുക്തികൾക്കും അപ്പുറം നിൽക്കുന്ന കൊടുങ്ങല്ലൂർ ഭരണിയുടെ ആരും പറയാത്ത രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്നു പോകാം. കുംഭമാസത്തിലെ ഭരണിനാളിൽ കൊടിയേറി മീനമാസത്തിലെ ഭരണിനാളിൽ അവസാനിക്കുന്ന ഒരു മാസത്തെ അനുഷ്ഠാനമാണിത്. ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കൊടുങ്ങല്ലൂർ പിൽക്കാലത്ത് സവർണ മേധാവിത്വത്തിന് കീഴിലായപ്പോൾ ഈ മണ്ണിലെ ആദിമ ജനത തങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചുപിടിക്കാൻ നടത്തുന്ന ഒരു വലിയ കൂടിച്ചേരലായാണ് ഈ ഉത്സവം കണക്കാക്കപ്പെടുന്നത്. വടക്കൻ ജില്ലകളിൽ നിന്ന് സംഘം ചേർന്നെത്തുന്ന ഭക്തർ തങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലും പൂജാമുറികളിലും ഭഗവതിയെ കുടിയിരുത്തി പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് ഇവിടേക്ക് വരുന്നത്. ദേവീസ്തുതികൾ പാടി മണികെട്ടിയ വടിയോ ഭഗവതിയുടെ വാളും ചിലമ്പും എടുത്തുകൊണ്ടാണ് അവർ വരിക. ധാരാളം കോമരങ്ങളും ആ കൂട്ടത്തിലുണ്ടാകാറുണ്ട്. ഇവരെയാണ് നാം ഭരണിക്കാർ എന്ന് വിളിക്കുന്നത്. മീനമാസത്തിലെ തിരുവോണം നാളിലാണ് പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അന്നു നടക്കുന്ന കോഴിക്കല്ല് മൂടൽ ദാരികനും ഭദ്രകാളിയും തമ്മിലുള്ള യുദ്ധത്തിന്റെ തുടക്കമായി വിശ്വസിക്കപ്പെടുന്നു. പണ്ട് കോഴിബലി നടന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് ചുവന്ന പട്ടുവിരിച്ച് കോഴികളെ സമർപ്പിക്കുന്നു. വടക്കൻ മലബാറിലെ തച്ചോളി തറവാട്ടുകാർക്കാണ് ആദ്യത്തെ കോഴിയെ സമർപ്പിക്കാനുള്ള അവകാശം. കോഴിക്കല്ല് മൂടിയാൽ പിന്നെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വെടിവഴിപാട് നിർത്തിവെക്കുന്നു. പിന്നീട് നടുതുറപ്പിന് ശേഷമേ ഇത് പുനരാരംഭിക്കുകയുള്ളൂ. ഭരണിപ്പാട്ടുകൾ അഥവാ ലൈംഗിക ചുവയുള്ള പാട്ടുകൾ എന്തുകൊണ്ട് പാടുന്നു എന്നതിന് പിന്നിൽ പല വിശ്വാസങ്ങളുണ്ട്. ഒന്ന്, ദാരികനെ വധിച്ചിട്ട് മടങ്ങാത്ത ക്രോധത്തോടെ നിന്ന ഭദ്രകാളിയെ ശാന്തയാക്കാൻ ശിവഗണങ്ങൾ അശ്ലീല വാക്കുകൾ പാടി നൃത്തം ചെയ്തു എന്ന പുരാണം. രണ്ട്, ദാരിക പത്നിയായ മനോദരി അഥവാ വസൂരിമാല തൻ്റെ ഭർത്താവിനെ കൊന്ന ഭഗവതിയെ തെറി വിളിക്കുന്നതാണ് ഈ പാട്ടുകളെന്നും കരുതപ്പെടുന്നു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം രതിയും ഊർവരതയും മാതൃദൈവ ആരാധനയും ദൈവികമായി കണ്ടു ജീവിച്ചിരുന്ന ആദിമ ജനതയുടെ ഒരു രീതിയാണിത്. ജീവിത പ്രാരാബ്ധങ്ങൾ രോഷത്തോടെ പാടി ആദിപരാശക്തിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു മാനസിക ശുദ്ധീകരണ പ്രക്രിയ അഥവാ കഥാർസിസാണിത്. തൻ്റെ ഉള്ളിലെ എല്ലാ അഴുക്കുകളും വാക്കുകളിലൂടെ പുറന്തള്ളുന്നതോടെ ഭക്തൻ മനസ്സുകൊണ്ട് ശുദ്ധനാകുന്നു എന്നാണ് സങ്കല്പം. ചിലപ്പതികാരത്തിലെ കണ്ണകിയുമായി കൊടുങ്ങല്ലൂർ ഭരണിക്കുള്ള ബന്ധം വിസ്മരിക്കാനാവില്ല. മധുര ദഹിപ്പിച്ച വീരനായികയെ സാന്ത്വനിപ്പിക്കാനാണ് ഭക്തർ ഇത്തരത്തിൽ ആക്രോശിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭഗവതിയുടെ സ്തുതിയായ തോറ്റംപാട്ടിൽ വടക്കം കൊല്ലത്തെ കണ്ണകിക്ക് പകരം കന്യാവ് കാളിരൂപം പൂണ്ട് പാണ്ഡ്യരാജാവിനെ വധിക്കുന്നതായി കാണാം. ഇന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമുള്ള ശക്തി ഉപാസകർ ഈ ഉത്സവത്തിന് വലിയ തോതിൽ എത്തിച്ചേരുന്നു. ഭരണിക്കാലത്തെ മറ്റൊരു സവിശേഷതയാണ് കോഴിയും പിടിയും. കോഴി ഇറച്ചികൊണ്ടുള്ള ഈ പ്രത്യേക വിഭവം ഭഗവതിയുടെ പ്രസാദമായി കണക്കാക്കുന്നു. ഇന്നും ആചാരത്തിൻ്റെ തുടർച്ചയെന്നോണം വീടുകളിൽ ഭരണിക്കാലത്ത് സ്വാദിഷ്ടമായ കോഴിയും പിടിയും തയ്യാറാക്കുന്നു. മരിച്ചുപോയ കാരണവന്മാർക്ക് മുറിയടച്ച് ഇലയിൽ വിളക്ക് വെച്ച് ഈ ഭക്ഷണം നൽകുന്നതിനെ വീത്ത് എന്ന് പറയുന്നു. രേവതി നാളിൽ തെളിയുന്ന രേവതി വിളക്ക് ദാരികനിൽ ഭഗവതി നേടിയ വിജയത്തിൻ്റെ വിളംബരമാണ്. അശ്വതി നാളിൽ ഉച്ചയ്ക്ക് കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ നേതൃത്വത്തിൽ തൃച്ചന്ദന ചാർത്ത് എന്ന രഹസ്യ പൂജ നടക്കുന്നു. ഇതിനുശേഷം കോയിമ പട്ടുകുട ഉയർത്തുന്നതോടെ കാവ് തീണ്ടൽ ആരംഭിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ലായിരുന്ന കാലത്ത് ആദിമ ജനത തങ്ങളുടെ അധികാരം സ്ഥാപിച്ചിരുന്ന ചടങ്ങാണിത്. കോമരങ്ങളും ഭക്തരും മുളം തണ്ടുകൊണ്ട് ക്ഷേത്രത്തിന്റെ ചെമ്പോല തകിടുകളിൽ അടിച്ചുകൊണ്ട് 3 തവണ പ്രദക്ഷിണം ചെയ്യുന്നു. തുടർന്ന് 7 നാൾ ക്ഷേത്രനട അടച്ചിടും. പിന്നീട് പൂയം നാളിൽ ഭഗവതിയെ സർവാഭരണ വിഭൂഷിതയായി കാണാൻ സാധിക്കുന്ന പൂയത്തൻ നടതുറപ്പോടെ ഭരണിയാഘോഷങ്ങൾ പൂർത്തിയാകുന്നു. കാലം മാറുമ്പോഴും കൊടുങ്ങല്ലൂർ ഭരണി ഒരത്ഭുതമായി തുടരുന്നു. നാഗരികതയുടെ മുഖംമൂടുകൾ അഴിച്ചുവെച്ച് മനുഷ്യൻ പ്രകൃതിയോടും ദൈവത്തോടും സംവദിക്കുന്ന അപൂർവ നിമിഷങ്ങളാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരറിവായെങ്കിൽ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ നാട്ടിലെ ഇതുപോലുള്ള വിചിത്ര ആചാരങ്ങളെക്കുറിച്ച് കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു ചരിത്ര രഹസ്യവുമായി കാണാം. നന്ദി.